മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൗബിൻ ഷാഹിർ ഇന്ന് ഹാജരാകില്ല. ഹാജരാകാനുള്ള സമയം കോടതി നീട്ടി നൽകി. 27-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് പുതിയ നോട്ടീസ് നൽകി. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, നേരത്തെ നൽകിയ സമയം ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. സമയം നീട്ടിച്ചോദിക്കാൻ സൗബിൻ കാരണമായി പറഞ്ഞത് എന്താണ് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, അതിലിപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. 14 ദിവസത്തിനുള്ളിൽ ഹാജരാകണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരട് പോലീസ് സൗബിനോടും മറ്റ് 2 നിർമ്മാതാക്കളോടും 14 ദിവസത്തിനുള്ളിൽ ഹാജരാകണമെന്ന നോട്ടീസ് നൽകിയത്. ആ സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് കോടതിയോട് വീണ്ടും സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 27-ാം തീയതി ഹാജരാകണം, അല്ലെങ്കിൽ 27-ാം തീയതിക്ക് മുന്നേ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് സൗബിന് ഈ സമയം നീട്ടി നൽകിയതെന്ന് നമുക്ക് വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും ACPയുമായി ബന്ധപ്പെടുമ്പോഴും അദ്ദേഹം പറയുന്നത് ഇന്നെന്തായാലും സൗബിൻ ഹാജരാകില്ല, 27-ാം തീയതിയോ അതിനു മുൻപോ ആയിരിക്കും ഹാജരാകുക എന്ന കാര്യം കൂടി പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പരാതിക്കാരൻ സിറാജ് വലിയതുറ പറയുന്നത് പ്രകാരം 7 കോടി രൂപയാണ് ഇദ്ദേഹം ഈ സിനിമയ്ക്കായി മുതൽ മുടക്കിയത്. ഇതിന്റെ ലാഭവിഹിതമോ മുതൽ മുടക്കിയ തുകയോ തിരികെ നൽകിയില്ല. പകരം തന്റെ പണമെല്ലാം ഇവർ അപഹരിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് കൃത്യമാണെന്ന് തെളിയുകയും ചെയ്തു. പക്ഷേ ഈ സൗബിനടക്കമുള്ള നിർമ്മാതാക്കൾ, മറ്റ് 2 നിർമ്മാതാക്കൾ ബാബു സാഹിർ, അതോടൊപ്പം തന്നെ ആന്റണി, ഷോൺ ആന്റണി, ഇവർ 3 പേരും പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി ഈ പരാതിക്കാരൻ പൈസയൊന്നും നൽകിയില്ല. പറഞ്ഞ് പറ്റിച്ചതിന് ശേഷം, അതായത് പൈസ തരാതെ ഇരിക്കുകയും സിനിമയുടെ ഷൂട്ടിങ്ങിനെ അത് ബാധിച്ചു, ഈ സിനിമയിൽ അഭിനയിച്ചവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടായി എന്നായിരുന്നു ഇവരുടെ വാദം. പക്ഷേ കോടതി പോലും അത് തള്ളിയ സാഹചര്യമാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ, അതായത് ഈ സൗബിന്റെ ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസിന്റെ അക്കൗണ്ടിലേക്ക് ഈ പരാതിക്കാരൻ പണം അയച്ചതിന്റെ രേഖകളടക്കമാണ് പോലീസിനെയും കോടതിയെയും ഒക്കെ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൗബിനോടും മറ്റ് 2 പേരോടും ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും 27-ാം തീയതിയോ അതിന് മുൻപോ ആയിരിക്കും ഇവർ ഹാജരാകുക എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. വാർത്തകളുടെ വിശദാംശങ്ങൾ ആണ് നവമി ദിനേശ് നൽകിയത്.